നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദസ് ഗണപത്, തിരുവനന്തപുരം GG ഹോസ്പിറ്റലിലെ യൂറോളജി കൺസൾട്ടന്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സർജറീസിന്റെ റീസെന്റ് അഡ്വാൻസസ് ആണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ബാധിച്ച് സർജറി നിർദ്ദേശിക്കപ്പെട്ട ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞൊരു 20-30 കൊല്ലമായിട്ട് ഏറ്റവും പ്രചാരത്തിലുള്ളത് TURP എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. അതൊരു റെവല്യൂഷണറി പ്രൊസീജിയറാണ്. അതായത് പഴയ ഓപ്പൺ സർജറി മാറി എൻഡോസ്കോപ്പിക്കലി പ്രോസ്റ്റേറ്റിനെ മാറ്റുന്ന പ്രൊസീജിയറാണ്. അപ്പം അതിൽ തന്നെ ഒരു ചേഞ്ച് വന്നത് ലേസർ പ്രോസ്റ്റേറ്റക്ടമിയാണ്. അത് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നത് ഭയങ്കര സൈസ് കൂടുതലുള്ള പ്രോസ്റ്റേറ്റിനാണ്. അതായത് നമുക്കിപ്പോൾ പ്രോസ്റ്റേറ്റ് സാധാരണ കാണുന്ന ഒരു ആൾക്കാരെക്കാളും ഭയങ്കര ഒരു 100 cc മേലെ സൈസുള്ള ആൾക്കാർക്ക് ലേസർ വെച്ച് ഈ പ്രോസ്റ്റേറ്റിനെ മാറ്റുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൽ നിന്നെല്ലാം മാറി മിസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് മിനിമലി ഇൻവേസീവ് സർജിക്കൽ തെറാപ്പി. ഇതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ളത് 3 മെത്തേഡ്സ് ആണ്. അതിൽ നമ്പർ 1 റസം തെറാപ്പി. റസം എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ തെറാപ്പിയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ഈ വീക്കം ബാധിച്ച പ്രോസ്റ്റേറ്റിലോട്ട് നീരാവി കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇത് ആ കടത്തിവിട്ട പോർഷനിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ചുരുക്കുകയും ആ മൂത്രം പോകാനുള്ള തടസ്സം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വന്ന് വൈകുന്നേരം വേണമെങ്കിലും പോവാം. പിന്നെ ഇത് ഒരു 10 മിനിറ്റ് മാത്രമേ പ്രൊസീജിയറിന് ടൈം എടുക്കത്തുള്ളൂ. അതോടൊപ്പം ബ്ലീഡിങ് റിസ്ക് നെഗ്ലിജിബിൾ ആണ്. പിന്നെ സെക്ഷൽ ഫങ്ഷൻസും എല്ലാം പ്രിസർവ്ഡ് ആണ്. പേഷ്യൻറ്റിന് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയാനാവത്തില്ല, കാരണം എല്ലാവർക്കും റെക്കമെൻഡഡ് പ്രൊസീജിയർ അല്ല. അതേപോലെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് യൂറോ ലിഫ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ തടസ്സം നിൽക്കുന്ന പ്രോസ്റ്റേറ്റിനെ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ച് പുഷ് ബാക്ക് ചെയ്യുന്നതാണ്. അതിനും ഇതേ അഡ്വാൻറ്റേജസ് ആണ്. ഡേ കെയർ പ്രൊസീജിയർ ആണ്, സെക്ഷൽ ഫംഗ്ഷൻ പ്രിസർവ്ഡ് ആണ്, ബ്ലീഡിങ് റിസ്ക് നെഗ്ലിജിബിൾ ആണ്. പിന്നെ ഉള്ളത് പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബോളൈസേഷൻ. അതെന്ന് പറയുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റിൽ നിന്ന് അമിതമായ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കുള്ള പ്രൊസീജിയറാണ്. അത് റെക്കമെൻഡ് ആയിട്ടുള്ളത് ബ്ലീഡിങ്ങിന് വേണ്ടി മാത്രമാണ്. അല്ലാത്ത ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തിന് വേണ്ടി അത് അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മളൊരു TURP ചെയ്യുമ്പോൾ അതൊരു ടൈം ടെസ്റ്റഡ് പ്രൊസീജിയറാണ് TURP എന്ന് പറയുന്നത്. പക്ഷേ TURP ചെയ്യുമ്പോൾ രോഗിക്ക് ഒരു 4 to 5 days അഡ്മിഷൻ വേണം. ഒരു എന്തൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ബ്ലീഡിങ് റിസ്ക് ഉണ്ട്. പിന്നെ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഈ ഇജാക്കുലേറ്ററി ഫങ്ഷൻ ഈ നഷ്ടമാകും. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഈ മെത്തേഡ്സ്, അതായത് മെയിനായിട്ട് ഇപ്പോൾ പ്രചാരത്തിലുള്ളതും നല്ല സക്സസ്സും ഉള്ള പ്രൊസീജിയർ ഈ റസം തെറാപ്പിയാണ്. അപ്പോൾ ഈ റസം തെറാപ്പി ചെയ്യുമ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാനാവും. ഒരു ഐഡിയൽ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിന് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് പോസ്റ്റ് പ്രോസ്റ്റേറ്റ് സർജറി ഈ റസം തെറാപ്പിയിലൂടെ ഈ നേടാനാകും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന TURP ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ മിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് റസം വാട്ടർ വേപ്പർ തെറാപ്പി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം നമുക്കൊരു TURPക്ക് നമുക്കറിയാം, നമുക്കൊരു പേഷ്യൻറ്റിന് ഒരു നിയർലി ഒരു 1 hour പ്രൊസീജിയറാണ്. പേഷ്യൻറ്റിന് ഒരു 2 to 3 days അഡ്മിഷൻ വേണം. അതേപോലെ ഒരു ചെറിയൊരു ബ്ലീഡിങ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വാട്ടർ വേപ്പർ തെറാപ്പിയിലൂടെ നമുക്കത് ഒഴിവാക്കാനാവും. അതായത് പേഷ്യൻറ്റിന് സെയിം ഡേ വീട്ടിൽ പോകാം, എത്രയും ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസ് ആവാം എത്രയും പെട്ടെന്ന് തന്നെ. അതേപോലെ സെക്ഷൽ ഫംഗ്ഷൻ ഫുള്ളി പ്രിസർവ്ഡ് ആണ്. അപ്പോൾ ആ ഒരു സർജറിയോടുള്ള ഒരു ഫിയർ ഫാക്ടർ തന്നെ ഇതോടുകൂടി നമുക്ക് മാറ്റിയെടുക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് ഒരു കെയർഫുള്ളി ആൻഡ് പ്രോപ്പർലി സെലക്റ്റഡ് പേഷ്യൻ്റ് ആയിരിക്കണം.